അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാമിലെ ഒന്നാമത്തെ പാഠം ലാ യുഹാഫിദു അലൽ വുളൂഇ ഇല്ലൽ മുഅ്മിനൂൻ. ഇൻഷാ അല്ലാഹ് പാഠം നമുക്ക് വായിച്ചതിൻ്റെ തദ്രീബാത്ത് കൂടെ നോക്കാം. പാഠത്തിൽ ചർച്ച ചെയ്യുന്ന ത്വഹാറത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്, ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ശുചിത്വ നിയമങ്ങൾ പാലിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വെള്ളത്തിൻ്റെ വിവിധ ഇനങ്ങളും അവയുടെ പ്രത്യേകതകളും വിവരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. ലാ യുഹാഫിദു അലൽ വുളൂഇ ഇല്ലൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസിയല്ലാതെ വുളൂഇനെ പതിവാക്കുകയില്ല. സത്യവിശ്വാസിയല്ലാതെ വുളൂഇനെ പതിവാക്കുകയില്ല. ത്വഹാറത്ത് എന്നത് കേവലം വൃത്തിയല്ല. ത്വഹാറത്ത് എന്ന് പറയുന്നത് കേവലം ഒരു വൃത്തിയല്ല. പിന്നെന്താണ്? ശരീരവും ആത്മാവും ഉൾക്കൊള്ളുന്ന പരിശുദ്ധിയുടെ അവസ്ഥയാണത്. ശരീരവും ആത്മാവും ഉൾക്കൊള്ളുന്ന പരിശുദ്ധിയുടെ അവസ്ഥയാണേത്? ത്വഹാറത്ത് എന്ന് പറയുന്നത്. വെറും ശരീരം മാത്രം വൃത്തിയായ പോലെ പിന്നെന്ത് വേണം? ആത്മാവ് എന്ത് ചെയ്യണം? ശുദ്ധിയാവണം. അതാ പറഞ്ഞത്, ശരീരവും ആത്മാവും ഉൾക്കൊള്ളുന്ന പരിശുദ്ധിയുടെ അവസ്ഥയാണത് ഈ ത്വഹാറത്ത് എന്ന് പറയുന്നത്. അല്ലാഹു തആലയോടുള്ള മനുഷ്യൻ്റെ അടിമത്വവും വിനയവും അത് ഉൾക്കൊള്ളിക്കുന്നു. ഈ ത്വഹാറത്ത് അല്ലാഹു തആലയോടുള്ള മനുഷ്യരുടെ അടിമത്വവും അതുപോലെ തന്നെ വിനയവും അതെന്ത് ചെയ്യുന്നു? ഉൾക്കൊള്ളിക്കുന്നു. ശുദ്ധി ദൈനംദിനം മുസ്ലിം ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. മുസ്ലിം ജീവിതത്തിൻ്റെ ദൈനംദിനം അവിഭാജ്യ ഘടകമാണേത്? ശുദ്ധി എന്ന് പറയുന്നത്. ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു കാര്യമാണ് ശുദ്ധി എന്ന് പറയുന്നത്. ആരാധനകൾ സ്വഹീഹാവാനുള്ള വ്യവസ്ഥയാണത്. ആരാധനകൾ സ്വഹീഹാകണമെങ്കിൽ എന്ത് വേണം? ശുദ്ധി വേണം. കാരണം ചെറിയ ശുദ്ധിയിൽ നിന്ന് വലിയ ശുദ്ധിയിൽ നിന്നൊക്കെ ശുദ്ധിയാവണ്ടേ. അപ്പോൾ ആരാധനകൾ സ്വഹീഹാവാനുള്ള വ്യവസ്ഥയാണേത്? ത്വഹാറത്ത് എന്ന് പറയുന്നത്. ഇസ്ലാം ത്വഹാറത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇസ്ലാം ത്വഹാറത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ നജസിൽ നിന്ന് ശുദ്ധിയാകൽ, വുളൂ ചെയ്യൽ, കുളിക്കൽ, തയമ്മം തുടങ്ങിയവ ശാരീരിക ശുദ്ധിയുടെ ഭാഗമാണ്. അപ്പോൾ ശാരീരിക ശുദ്ധിയുടെ ഭാഗമായിട്ടുള്ളതാണ് ഇതൊക്കെ. ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ നജസിൽ നിന്ന് ശുദ്ധിയാക്കൽ, വുളൂ ചെയ്യൽ, കുളിക്കൽ, തയമ്മം ചെയ്യൽ, ഇതൊക്കെ ശാരീരിക ശുദ്ധിയുടെ ഭാഗത്തിൽപ്പെട്ടതാണ്. ഇനി ബഹുദൈവ വിശ്വാസാചാരങ്ങൾ ഒഴിവാക്കുക, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക തുടങ്ങിയവ ആത്മാവിൻ്റെ വിശുദ്ധിയുമാണ്. ആത്മാവിൻ്റെ ശുദ്ധി ഏതൊക്കെയാണ്? ബഹുദൈവ വിശ്വാസാചാരങ്ങളിൽ നമ്മൾ ഏകദൈവ വിശ്വാസം ഒരൊറ്റ ഇലാഹിനെയാണല്ലോ നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ ബഹുദൈവ വിശ്വാസാചാരങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക? ഒഴിവാകുക. അതുപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക തുടങ്ങിയവ ഏതിൽപ്പെട്ടതാണ്? ആത്മാവിൻ്റെ ശുദ്ധിയിൽപ്പെട്ടതാണ്. ശുദ്ധി വിശ്വാസത്തിൻ്റെ പകുതിയാണ്. ശുദ്ധി വിശ്വാസത്തിൻ്റെ, ഈമാനിൻ്റെ പകുതിയാണേത്? ശുദ്ധി എന്ന് പറയുന്നത്. അല്ലാഹു തആലയുടെ സ്നേഹത്തിനും തൃപ്തിക്കും കാരണമാവുന്നു. ശുദ്ധിയുള്ളവർ അല്ലാഹു തആലയുടെ സ്നേഹത്തിനും തൃപ്തിക്കും അവരെന്ത് ചെയ്യുന്നുണ്ട്? കാരണമാകുന്നുണ്ട്. അത് മുഅ്മിനുകളുടെ വിശേഷണത്തിൽപ്പെട്ടതാണ്. ഈ ത്വഹാറത്ത്, ശുദ്ധി എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളുടെ വിശേഷണത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യുഹാഫിദു അലൽ വുളൂഇ ഇല്ലൽ മുഅ്മിനൂൻ. സത്യവിശ്വാസിയല്ലാതെ വുളൂഇനെ പതിവാക്കുകയില്ല. അപ്പോൾ മുഅ്മിനീങ്ങളുടെ വിശേഷണത്തിൽപ്പെട്ടതാണ് ഏത്? ത്വഹാറത്ത്, ശുദ്ധി എന്ന് പറയുന്നത്. സ്ഥിരമായി ശുദ്ധി പാലിക്കുക എന്നത് പ്രാർത്ഥന സ്വീകരിക്കാനും പാപങ്ങൾ പൊറുക്കാനുമുള്ള കാരണമാണ്. സ്ഥിരമായി ശുദ്ധി പാലിക്കുക, സ്ഥിരമായിട്ട് ശുദ്ധി പാലിക്കുക എന്നത് പ്രാർത്ഥന സ്വീകരിക്കാനും പാപങ്ങൾ പൊറുക്കാനുമുള്ള കാരണമാണ്. ശുദ്ധി പാലിക്കൽ ആത്മവിശ്വാസവും അഭിമാനബോധവും വളർത്തുന്നു. ശുദ്ധി പാലിക്കൽ ആത്മവിശ്വാസവും അഭിമാനബോധവും എന്ത് ചെയ്യുന്നു? വളർത്തുന്നു. അങ്ങനെ തന്നെയല്ലേ? ശുദ്ധി പാലിക്കൽ ആത്മവിശ്വാസം ഉണ്ടാവില്ലേ? നമ്മളൊരു ഈങ്ങിച്ചടച്ച നല്ല ചളിയൊക്കെ ആയൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് നമ്മളൊരു പരിപാടിക്ക്, ഒരു ഫംഗ്ഷന് പോകുന്നതെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്നൊരു സന്തോഷം ഉണ്ടാവില്ല. മറ്റുള്ളവരെന്ത് വിചാരിക്കും? അവർ കണ്ടാൽ എന്ത് വിചാരിക്കും? മറ്റുള്ളവരിലേക്ക് എന്നിൽ ദുർഗന്ധങ്ങൾ അടിച്ചു വീശുമോ എന്നൊക്കെ പേടിച്ചിട്ട് ഒരു മാനസികമായ സംഘർഷത്തിലാവും നമ്മളുണ്ടാവുക. നേരെ മറിച്ച് നമ്മൾ നല്ല വസ്ത്രങ്ങൾ, നല്ല മുന്തിയ വസ്ത്രം ധരിച്ച്, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച്, നല്ല ശുദ്ധിയോടുകൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മളെ മനസ്സിന് എന്തുണ്ടാവും? നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, അതാ പറഞ്ഞത്. ശുദ്ധി പാലിക്കൽ ആത്മവിശ്വാസവും അഭിമാനബോധവും വളർത്തുന്നു. കൂടാതെ രോഗപ്രതിരോധത്തിനുള്ള മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണത്. ഏത്? ശുദ്ധി പാലിക്കുക എന്നുള്ളത് രോഗപ്രതിരോധത്തിനുള്ള മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനമായതാണിത്, ശുദ്ധി പാലിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി,
മുസ്ലിമായ ഏതൊരു മനുഷ്യനും ഒരു നിർബന്ധ നിസ്കാരത്തിൻ്റെ സമയം ആസന്നമാവുകയും അവൻ നന്നായി അംഗശുദ്ധി വരുത്തുകയും ഭയഭക്തിയും റുക്കുവുമെല്ലാം ഉത്തമമായ രൂപത്തിൽ നിർവഹിച്ച് നിസ്കരിക്കുകയും ചെയ്താൽ വൻ പാപങ്ങൾ ഒഴികെയുള്ള അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾക്കെല്ലാമുള്ള പ്രായച്ചിത്തമാണത്. ഇപ്രകാരം എന്നെന്നും ഉണ്ടായിരിക്കുന്നതാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണത്. എന്താ പറഞ്ഞത്? മുസ്ലിമായ ഏതൊരു മനുഷ്യരും ഒരു നിർബന്ധ നിസ്കാരത്തിൻ്റെ സമയമാസന്നമാവുകയും അവൻ നന്നായി അംഗശുദ്ധി വരുത്തുകയും ചെയ്തു. എന്നാൽ അംഗശുദ്ധി വരുത്തുക പറഞ്ഞാൽ ഓലോ എടുക്കുക. എന്നിട്ടോ ഭയഭക്തിയും റുക്കുവുമെല്ലാം ഉത്തമമായ രൂപത്തിൽ നിർവഹിച്ച് നിസ്കരിക്കുകയും ചെയ്തു. ഭക്തിയോടുകൂടെ നിസ്കാരത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും അവൻ ചെയ്യുകയും ചെയ്തു. എന്നാൽ വൻ പാപങ്ങളൊഴികെയുള്ള വൻദോഷങ്ങളൊഴികെയുള്ള അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾക്കെല്ലാമുള്ള പ്രായച്ചിത്തമാണത്. അവൻ ആ അംഗശുദ്ധി വരുത്തിയതും അവൻ ആ ഭക്തിയോടുകൂടെ നിസ്കരിച്ചതും അതൊക്കെ അവൻ്റെ വൻദോഷങ്ങളൊഴികെയുള്ള ചെറുദോഷങ്ങളെല്ലാം പൊറുക്കുന്നതിനുള്ള കാരണമാണ് അത്. ഇപ്രകാരം എന്നെന്നും ഉണ്ടായിരിക്കുന്നതാണ്. ഒരംഗശുദ്ധി വരുത്തി നിസ്കരിച്ച് അതോടുകൂടെ കഴിഞ്ഞില്ല. നമ്മൾ എപ്പോഴൊക്കെ അംഗശുദ്ധി വരുത്തുന്നുണ്ടോ, എപ്പോഴൊക്കെ ഭയഭക്തിയോടുകൂടെ നമ്മൾ നിസ്കരിക്കുന്നുണ്ടോ, അപ്പോഴൊക്കെ എന്ത് ചെയ്യും? അല്ലാഹു തആല നമ്മളുടെ ചെറുദോഷങ്ങൾ അത് കാരണമായി പൊറുക്കപ്പെടും. ശരീരത്തിലെ അഴുക്കുകൾ വൃത്തിയാക്കണം. വൃത്തിയും ഭംഗിയുമുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. ശരീരത്തിലുള്ള അഴുക്കുകൾ എന്ത് ചെയ്യണം? വൃത്തിയാക്കണം. അതുപോലെ തന്നെ വൃത്തിയും നല്ല ഭംഗിയുമുള്ള വസ്ത്രങ്ങൾ എന്ത് ചെയ്യണം? ധരിക്കണം. ജട പിടിച്ച് തലമുടിയുള്ള ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണാനിടയായി. തലമുടിയൊക്കെ ഇങ്ങനെ ജട കുത്തിയ ഒരു മനുഷ്യനെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണാനിടയായി. അപ്പോൾ ചോദിച്ചു, ഇയാൾക്ക് തൻ്റെ തലമുടി ഒതുക്കാൻ ഒന്നും ലഭിച്ചില്ലേ? ഇയാൾക്ക് തൻ്റെ തലമുടി ഒതുക്കാനേ ഒന്നും ലഭിച്ചില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു. മറ്റൊരിക്കൽ അഴുക്ക് പുരണ്ട വസ്ത്രം ധരിച്ച ഒരാളെ കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇയാൾക്ക് തൻ്റെ വസ്ത്രം കഴുകാൻ ഒന്നും ലഭിച്ചില്ലേ? മറ്റൊരിക്കൽ ചോദിച്ചെന്താണ്? അഴുക്ക് പുരണ്ട വസ്ത്രം ധരിച്ച ഒരാളെ കാണാണ്. ചളി പുരണ്ട വസ്ത്രം ധരിച്ച ഒരാളെ കണ്ടപ്പോൾ നബി തങ്ങൾ ചോദിച്ചതാണ്, ഇയാൾക്ക് തൻ്റെ വസ്ത്രം കഴുകാൻ ഒന്നും ലഭിച്ചില്ലേ? ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാകുന്നത്? ശുദ്ധിയുടെയും വൃത്തിയുടെയും ഒക്കെ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നത്? പറഞ്ഞു തരുന്നത്. നഖം മുറിക്കുക, മുടി ചീകുക, ഗുഹ്യരോമം നീക്കുക, മിസ്വാക്ക് ചെയ്യുക, സകന പല്ല് തേക്കുക തുടങ്ങിയവ തിരുസുന്നത്തുകളാണ്. ഈ പറഞ്ഞതൊക്കെ എന്താണ്? നഖം മുറിക്കുക, മുടി ചീകുക, അതുപോലെ തന്നെ ഗുഹ്യരോമം നീക്കുക, മിസ്വാക്ക് ചെയ്യുക തുടങ്ങിയവയൊക്കെ തിരുസുന്നത്തുകളാണ്. നജസിൽ നിന്ന് ശുദ്ധിയാവുക, ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നിവയാണ് ത്വഹാറത്ത്. ഏതൊക്കെയാണ് ത്വഹാറത്ത്? നജസിൽ നിന്ന് ശുദ്ധിയാവുക, ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക, ഇതാണ് എന്നിവയാണ് ഇത് ത്വഹാറത്ത് എന്ന് പറയുന്നത്. ശുചീകരണത്തിന് വെള്ളം വേണം. തൊഹൂറ്, ത്വാഹിറ്, മുത്തനജ്ജിസ് എന്നിങ്ങനെ വെള്ളം 3 വിധമാണ്. വെള്ളം എത്ര വിധമാണ്? 3 വിധം. തൊഹൂറ്, ത്വാഹിറ്, മുത്തനജ്ജിസ് ഇങ്ങനെ 3 വിധമാണ് വെള്ളം. ഉളൂഇൻ്റെയോ കുളിയുടെയോ ഫർളിൽ ഉപയോഗിച്ച വെള്ളം മുസ്തഅമലാണ്. ഉളൂഇന് വേണ്ടി ഉപയോഗിച്ച വെള്ളം, ഉളൂഇൻ്റെയോ കുളിയുടെയോ ഫർളിൽ ഉപയോഗിച്ച വെള്ളം മുസ്തഅമലാണ്. എന്ന് പറഞ്ഞാൽ ഉളൂഇൽ മുഖം കഴുകാൻ ഉപയോഗിച്ചു, അല്ലെങ്കിൽ കൈ കഴുകാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളം, ആ വെള്ളം ഏതാണ്? മുസ്തഅമലാണ്. അപ്പോൾ ഫർളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ പേരെന്താണ്? പിന്നെ മുസ്തഅമലായ വെള്ളം എന്നാണ് അതിൻ്റെ പേര്. അതാ പറഞ്ഞത്, ഉളൂഇൻ്റെയോ കുളിയുടെയോ ഫർളിൽ ഉപയോഗിച്ച വെള്ളം മുസ്തഅമലാണ്, മുസ്തഅമലായ വെള്ളമാണ്. ഇത് ശുദ്ധീകരണത്തിന് പറ്റുകയില്ല. അപ്പം മുഖം കഴുകി, ഉളൂഇൽ നമ്മൾ മുഖം കഴുകി, ആ വെള്ളം നമ്മൾ ശേഖരിച്ച് വെച്ചു. ഇനി അടുത്തൊരു ഉളൂ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? അതുകൊണ്ട് നമുക്ക് ഉളൂ എടുക്കാൻ പറ്റില്ല. കാരണം അതെന്താണ്? മുസ്തഅമലായ വെള്ളമാണ്, അത് ശുദ്ധീകരണത്തിന് പറ്റുകയില്ല. ഉളൂ എടുക്കുമ്പോൾ മുഖം കഴുകിയതിന് ശേഷം 2 കുല്ലത്തിന് താഴെയുള്ള വെള്ളത്തിൽ കൈയിട്ടാൽ അത് മുസ്തഅമലായി. എങ്ങനെ? ഉളൂ എടുക്കുമ്പോൾ മുഖം കഴുകിയതിന് ശേഷം, ഒതു എടുക്കുന്ന സമയത്ത് മുഖം കഴുകിയതിന് ശേഷം 2 കുല്ലത്ത് താഴെയുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ 191 ലിറ്റർ കുറവുള്ള വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്തു? കൈയിട്ടു. മുഖം കഴുകിയ ആ കൈ എന്ത് ചെയ്തു? അതിലേക്ക് ഇട്ടു. എന്നാൽ ആ വെള്ളം എന്താകും? മുസ്തഅമലാവും. കാരണം ഫർളിൽ ഉപയോഗിച്ച മുഖമാകുന്ന ഫർള് കഴുകിയ ആ വെള്ളം അവിടെ ഉണ്ട്, നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു തുള്ളി ആ 2 കുല്ലത്തിൽ കുറവുള്ള വെള്ളത്തിലേക്ക് ഉറ്റിയാൽ തന്നെ എന്തായി മാറും? അത് മുസ്തഅമലായി മാറും. അങ്ങനെ നമ്മളെ കൈ അതിലേക്ക് ഇട്ടാൽ ആ വെള്ളം മുസ്തഅമലായി മാറും.
കുളിയുടെ നീയത്തിനു ശേഷം ഇപ്രകാരം ചെയ്താലും വെള്ളം മുസ്തഅമലാകും എന്ന് പറഞ്ഞാൽ മുഖം കഴുകുന്ന അവസ്ഥയല്ല അവിടെ പറഞ്ഞത്. അപ്പോൾ കുളിയുടെ നീയത്തിന് ശേഷം ഒരാൾ എന്ത് ചെയ്തു, കുളിച്ചു. കുളി എന്ന ഫർദിനെ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ തലയുടെ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു. അങ്ങനെ കയ്യിലൂടെ ആ വെള്ളം അങ്ങോട്ട് വന്നു. ആ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന സമയത്ത് അവൻ എന്ത് ചെയ്തു, ആ കൈ കൊണ്ട് രണ്ടാമതും ബക്കറ്റിൽ 2 കുല്ലത്തിൽ കുറവുള്ള വെള്ളത്തിലേക്ക് അവൻ ആ കൈയിട്ടാൽ, അപ്പോൾ ഫർദിൽ ഉപയോഗിച്ച വെള്ളമല്ലേ, ശരീരം മുഴുവൻ കഴുകൽ നിർബന്ധമാണല്ലോ ഫർദായ കുളിയാകുമ്പോൾ. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ ഇറങ്ങി അവൻ്റെ കയ്യിൽ നിന്ന് ആ ബക്കറ്റിലേക്ക് ആയി കഴിഞ്ഞാൽ ആ വെള്ളം എന്താകും, മുസ്തഅമലാകും. എന്നാൽ ഒരു പരിഹാരമുണ്ട്, അതാണ് ഇനി പറയണത്. എന്നാൽ കോരിയെടുക്കുന്നു എന്ന നീയത്തോടെ കൈയിട്ടാൽ മുസ്തഅമലാവുകയില്ല. ഇഖ്തിറാഫിൻ്റെ നീയത്ത്, കോരിയെടുക്കുന്നു എന്ന നീയത്ത് ചെയ്തുകൊണ്ട്, ഞാൻ കോരിയെടുക്കുന്നു എന്ന നീയത്ത് ചെയ്തുകൊണ്ട് ഒരാൾ എന്ത് ചെയ്തു, അതിലേക്ക് കൈയിട്ടുകൊണ്ട് വെള്ളമെടുത്താൽ അപ്പം എന്താവുകയില്ല, മുസ്തഅമലാവുകയില്ല. ഈ കോരിയെടുക്കുന്നു എന്ന നീയത്തില്ലാതെ നമ്മൾ ഫർദായ അവയവം കഴുകിയ കൈ അതിലേക്ക് ഇടുമ്പോഴാണ് അതുണ്ടാവുക, മുസ്തഅമലാവുക. ഫർദായ അവയവം കഴുകിയ വെള്ളം നമ്മളെ കയ്യിലൂടെ അങ്ങോട്ട് പോകണമെന്നൊന്നുമില്ല, നമ്മളെ ഫർദായ അവയവത്തിൽ നിന്ന് അതിലേക്ക് ഉറ്റിയാലും മതി, എന്നാലും അതെന്താകും, മുസ്തഅമലാകും. ഇനി മുസ്തഅമലായ വെള്ളം ഒരുമിച്ച് കൂട്ടി 2 കുല്ലത്ത് ആയാൽ അത് തൊഹൂറായി പരിഗണിക്കാം. എന്താ പറഞ്ഞത്, മുസ്തഅമലായ വെള്ളം, ഫർദിൽ ഉപയോഗിച്ച വെള്ളം, മുഖം കഴുകിയ വെള്ളം, അതല്ലെങ്കിൽ ഫർദ് ഉളൂഇൽ കൈ കഴുകിയ, കാല് കഴുകിയ വെള്ളം, അതല്ലെങ്കിൽ ഫർദ് കുളിയിൽ നമ്മുടെ ശരീരം മുഴുവൻ കഴുകണമല്ലോ, ആ കഴുകിയ വെള്ളം ഒരുമിച്ച് കൂട്ടിയിട്ട് 2 കുല്ലത്ത് എത്തിയാൽ, എന്നാൽ 191 ലിറ്റർ എത്തിയാൽ അതെന്താണ്, തൊഹൂറായ വെള്ളമാണ്. അങ്ങനെ 191 ലിറ്റർ എത്തിയാൽ ഇനി അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വുളൂ എടുക്കാം. വീണ്ടും അതെന്തിനു ഉപയോഗിക്കാം, നമുക്ക് കുളിക്കാനും ഫർദായ കുളിക്ക് വേണ്ടി ഉപയോഗിക്കാം. എപ്പോൾ എത്തണം, 2 കുല്ലത്ത് എത്തണം എന്ന് മാത്രം. മുസ്തഅമല വെള്ളം ഒരുമിച്ച് കൂട്ടി 2 കുല്ലത്ത് എത്തിയാൽ അത് തൊഹൂറായി പരിഗണിക്കും. വെള്ളത്തിൽ കലരാത്ത ത്വാഹിറായ എണ്ണ പോലെയുള്ളത് കൊണ്ട് ഗുണവ്യത്യാസം വന്ന വെള്ളം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാം. വെള്ളത്തിൽ കലരാത്ത ത്വാഹിറായ വസ്തു, വെള്ളത്തിൽ ചേരൂല, അങ്ങനത്തെ ത്വാഹിറായ എണ്ണ പോലെയുള്ളത്, ഏതാ ഉദാഹരണം കൊടുത്തിരിക്കുന്നത്, എണ്ണ പോലെയുള്ളത് കൊണ്ട് ഗുണവ്യത്യാസം വന്ന വെള്ളം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാം. അപ്പോൾ വെള്ളത്തിൽ എന്ത് ചെയ്തു, എണ്ണ ചാടി, എന്നാൽ എണ്ണ എന്ത് ചെയ്യില്ല, വെള്ളത്തിനോട് ചേരൂലല്ലോ, എണ്ണ എന്ത് ചെയ്യും, മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കും. അങ്ങനെ ആ രൂപത്തിൽ വെള്ളത്തിൻ്റെ ഗുണവ്യത്യാസമൊക്കെ സംഭവിച്ചിരിക്കണേ, എന്നാലും ആ വെള്ളം എന്ത് ചെയ്യാം, ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാം. മുത്തനജ്ജിസായ വെള്ളം ഉപയോഗയോഗ്യമല്ല. മുത്തനജ്ജിസായ വെള്ളം എന്ന് പറഞ്ഞാൽ നജസായതിനാണ് മുത്തനജ്ജിസ് എന്ന് പറയുന്നത്. അപ്പോൾ നജസായ വെള്ളം അതെന്ത് പറ്റുകയില്ല, ഉപയോഗത്തിന് പറ്റുകയില്ല, ഉപയോഗയോഗ്യമല്ല. എന്നാൽ സ്വന്തം നിലക്കോ മറ്റു വെള്ളം ചേർന്നത് കൊണ്ടോ 2 കുല്ലത്തുള്ള മുത്തനജ്ജിസായ വെള്ളത്തിൻ്റെ ഗുണവ്യത്യാസം നീങ്ങിയാൽ അത് ശുദ്ധിയാകും. എന്താ പറഞ്ഞത്, 2 കുല്ലത്തുള്ള വെള്ളം എന്നാണ് 191 ലിറ്റർ അല്ലെങ്കിൽ 200 ലിറ്റർ കൂട്ടുക. ആ 200 ലിറ്റർ ഉള്ള വെള്ളത്തിൽ, ആ വെള്ളത്തിൽ നജസ് സംഭവിച്ചു, അത് മുത്തനജസായി കിടക്കുകയാണ്. അങ്ങനെ സ്വയം ചെയ്തു നജസ് എന്ന ആ ഒരു അതിലുണ്ടായിരുന്ന വ്യത്യാസം, ഒന്നുകിൽ നിറം വ്യത്യാസപ്പെട്ടതാണ്, അല്ലെങ്കിൽ രുചി വ്യത്യാസപ്പെട്ടതാണ്, അല്ലെങ്കിൽ വാസന വ്യത്യാസപ്പെട്ടതാണ്. ഇതിൽ ഏതെങ്കിലും ഇതൊക്കെ എന്ത് ചെയ്തു, നീങ്ങി. സ്വയം അതിൻ്റെ രുചിയും അതുപോലെ തന്നെ വാസനയും നിറമൊക്കെ എന്ത് ചെയ്തു, നീങ്ങി, സ്വന്തമായിട്ട് നീങ്ങി. അല്ലെങ്കിൽ വെള്ളം ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്തു, മറ്റു വെള്ളം ഒഴിച്ചുകൊണ്ട് എന്ത് ചെയ്തു, അത് 2 കുല്ലത്തുള്ള മുത്തനജ്ജിസായ വെള്ളത്തിൻ്റെ ഗുണം വ്യത്യാസം നീങ്ങിയാൽ, 2 കുല്ലത്തിൽ അതിലേക്ക് എന്ത് ചെയ്തു, വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ആ നജസിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വന്നു, അതിൻ്റെ വാസന പോയി, രുചി പോയി, നിറം ഇതൊക്കെ അങ്ങോട്ട് പോയി, എന്നാൽ അതെന്ത് ചെയ്യാൻ പറ്റും, അത് ശുദ്ധിയാകും. ആ വെള്ളം ശുദ്ധിയാണെന്നാണ് പറഞ്ഞത്. 2 കുല്ലത്ത് മുത്തനജ്ജിസായ വെള്ളം, നജസ് സംഭവിച്ച വെള്ളമാണ്, 2 കുല്ലത്തുണ്ട്. അങ്ങനെ അതവിടെ നിന്ന് അങ്ങനെ സ്വയമായിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ പകർച്ചയ്ക്ക് നീങ്ങിപ്പോയി, എന്നാലും ആ വെള്ളം ശുദ്ധിയുള്ളതാണ്. അതല്ലെങ്കിൽ അതിലേക്ക് വേറെ വെള്ളമാണ് ചേർത്തു, അങ്ങനെ ചേർക്കൽ കൊണ്ട് നജസിൻ്റെ ഗുണങ്ങളൊക്കെ എന്ത് ചെയ്തു, ആ ഒക്കെ എന്ത് ചെയ്തു, വ്യത്യാസങ്ങളൊക്കെ ആണ് നീങ്ങിയാൽ അതെന്തിനു ഉപയോഗിക്കാം, ഇനി ആ വെള്ളം ശുദ്ധിയുള്ളതാണ്, ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാം. മുത്തനജ്ജിസായ വെള്ളവും തൊഹൂറായ വെള്ളവും തിരിച്ചറിയാതെ വന്നാൽ ഗവേഷണം ചെയ്ത് തൊഹൂറായ വെള്ളത്തെ മനസ്സിലാക്കണം. മുത്തനജ്ജിസായ വെള്ളം എന്ന് പറഞ്ഞാൽ നജസ് സംഭവിച്ച വെള്ളം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ആ നജസ് സംഭവിച്ച വെള്ളം അതുപോലെ തന്നെ തൊഹൂറായ വെള്ളവും തമ്മിൽ തിരിച്ചറിയാതെയായി. എന്ത് ചെയ്യണം, ഗവേഷണം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, ഗവേഷണം ചെയ്തുകൊണ്ട് തൊഹൂറായ വെള്ളത്തെ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഗവേഷണം ചെയ്യലെങ്ങനെ, വെള്ളത്തിൻ്റെ നിറം നോക്കണം, അതല്ലെങ്കിൽ നിറം ഇറങ്ങില്ല എന്നാൽ രുചി നോക്കണം, വാസന നോക്കണം, അങ്ങനെയൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതിനെ ഗവേഷണം ചെയ്തുകൊണ്ട് തൊഹൂറായ വെള്ളം എന്ത് ചെയ്യണം, മനസ്സിലാക്കണം.
നജസും തൊഹൂറായ വെള്ളവും തിരിച്ചറിയാതെ വന്നാൽ അവ രണ്ടും ഗവേഷണം ചെയ്തോ അല്ലാതെയോ ഉപയോഗിക്കാൻ പാടില്ല. നജസും തൊഹൂറായ വെള്ളവും, ഒരു ഭാഗത്ത് യൂറിയൻ മൂത്രമുണ്ട്, ഒരു പാത്രത്തിൽ വെള്ളവുമുണ്ട്. എന്നാൽ അത് രണ്ടും തിരിച്ചറിയാതെയായി. എന്നാൽ അവിടെ ഗവേഷണം ചെയ്ത് കണ്ടത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. ഗവേഷണം ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല, ഗവേഷണം ചെയ്യാതെയും എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റുകയില്ല. വേറെ വെള്ളം ലഭ്യമല്ലെങ്കിൽ തയമ്മം ചെയ്യേണ്ടതുമാണ്. വേറെ വെള്ളം ലഭിക്കാനില്ല, ഇവിടെ കാണുന്ന ഈ കുറച്ച് മൂത്രവും ഇപ്പുറത്ത് കാണുന്ന കുറച്ച് തൊഹൂറായ വെള്ളവും, ഇത് രണ്ട് ഏതാണ് മൂത്രം, ഏതാണ് നജസായത്, ഏതാണ് ശുദ്ധിയുള്ളതെന്ന് തൊഹൂറെന്ന് അറിയണില്ല. എന്നാൽ അവിടെ ഗവേഷണം ചെയ്ത് കാണുന്നതോ ഗവേഷണം ചെയ്താലും പറ്റില്ല, ചെയ്യാതെയും ഉപയോഗിക്കാൻ പറ്റില്ല. വേറെ വെള്ളമില്ലെങ്കിൽ അവരെന്ത് ചെയ്തോളണം, തയമ്മം ചെയ്തുകൊണ്ട് ശുദ്ധി വരുത്തിക്കൊള്ളണം. എന്നാൽ തൊഹൂറും തോയയും തിരിച്ചറിയാതെ വന്നാൽ രണ്ട് വെള്ളം കൊണ്ടും രണ്ട് ഘട്ടമായി ശുദ്ധീകരിക്കണം. തൊഹൂറും തോഹിറും പ്രശ്നമില്ലല്ലോ. തൊഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളൂ, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നത്. തോഹിർ പറഞ്ഞാൽ സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയില്ല എന്നുള്ളൂ. അപ്പോൾ തൊഹൂറും തോഹിറും തിരിച്ചറിയാതെ വന്നാൽ രണ്ട് വെള്ളം കൊണ്ട് എന്ത് ചെയ്യണം, രണ്ട് ഘട്ടങ്ങളിലായിട്ട് എന്ത് ചെയ്യുക, ശുദ്ധീകരണം വരുത്തുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ പാഠത്തിൽ കൊടുത്ത ദുആ എന്ത് ചെയ്യണം, എല്ലാവരും കാണാതെ എന്ത് ചെയ്യണം, പഠിക്കണം. എന്നിട്ട് അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ദുആ ചെയ്യുക. അതാണ് നമ്മളെ പാഠത്തിൽ ദുആ കൊടുത്തതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. എന്താണ് ദുആ കൊടുത്തിട്ടുള്ളത്? അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന വജഅൽനി മിനൽ മുത്തത്വഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. അള്ളാഹുവെ, കൂടുതൽ തൗബ ചെയ്യുന്നവരിലും ശുദ്ധിയുള്ളവരിലും നിൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളിലും എന്നെ ഉൾപ്പെടുത്തണമേ. നല്ല അർത്ഥവത്തമായ ദുആയാണത്. അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന, അള്ളാഹുവെ കൂടുതൽ തൗബ ചെയ്യുന്നവരിലും, വജഅൽനി മിനൽ മുത്തത്വഹിരീന, കൂടുതൽ ശുദ്ധിയുള്ളവരിലും, വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ, നിൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളിലും എന്നെ നീ ഉൾപ്പെടുത്തണമേ. നല്ല അർത്ഥവത്തായ ദുആയാണ്. അത് കാണാതെ പഠിക്കുക, അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കുക. എന്നിട്ട് നിസ്കാരങ്ങൾക്ക് ശേഷവും ഏതെല്ലാം സമയങ്ങൾ നമ്മൾ ദുആ ചെയ്യുന്നുണ്ടോ ആ സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ദുആ കൊണ്ടുവരികയും വേണം. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നുക്മിൽ പൂർത്തിയാക്കാനാണ്, വിട്ടഭാഗം പൂരിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്ന്, ശുദ്ധി ഡാഷിൻ്റെ പകുതിയാണ്. ശുദ്ധി വിശ്വാസത്തിൻ്റെ പകുതിയാണ്. ശുദ്ധി വിശ്വാസത്തിൻ്റെ പകുതിയാണ്. രണ്ട്, ശുദ്ധി പാലിക്കൽ ഡാഷ് പ്രതിരോധം വർദ്ധിപ്പിക്കും, രോഗപ്രതിരോധം വർദ്ധിപ്പിക്കും. മൂന്ന്, ശരീരവും ആത്മാവും ഉൾക്കൊള്ളുന്ന ഡാഷുടെ അവസ്ഥയാണ് ത്വഹാറത്ത്. ശരീരവും ആത്മാവും ഉൾക്കൊള്ളിക്കുന്ന പരിശുദ്ധിയുടെ അവസ്ഥയാണ് ത്വഹാറത്ത്. നാല്, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കൽ ഡാഷിൻ്റെ വിശുദ്ധിയിൽപ്പെട്ടതാണ്. തെറ്റിൽ നിന്ന് മാറി നിൽക്കൽ ആത്മാവിൻ്റെ വിശുദ്ധിയിൽപ്പെട്ടതാണ്. ഇനി രണ്ടാമത്തെ നുബയ്യൻ, വ്യക്തമാക്കി എഴുതാനുള്ളതാണ് നുബയ്യൻ. എന്താണ് ഒന്നാമത്തത്? നുബയ്യനെ വിശദീകരിക്കുക. ഒന്ന്, ശാരീരിക ശുദ്ധിയുടെ ഭാഗമായ 4 കാര്യങ്ങൾ എഴുതുക. ഏതൊക്കെയാണത്? വുളൂ ചെയ്യൽ, കുളിക്കൽ, തയമ്മും, ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ നജസിൽ നിന്ന് ശുദ്ധിയാക്കൽ. അതിൽ രണ്ടാമത്തത് സ്ഥിരമായി ശുദ്ധി പാലിക്കൽ കാരണമാകും എന്തിനൊക്കെ? സ്ഥിരമായി ശുദ്ധി പാലിക്കൽ കാരണമാകും എന്തിനൊക്കെ? ആൻസർ, പ്രാർത്ഥന സ്വീകരിക്കാനും പാപങ്ങൾ പൊറുക്കാനും. 3, ജട പിടിച്ച തലമുടിയുള്ള ആളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ത്? ആൻസർ, ഇയാൾക്ക് തൻ്റെ തലമുടി ഒതുക്കാൻ ഒന്നും ലഭിച്ചില്ലേ. 4, അഴുക്ക് പുരണ്ട വസ്ത്രം ധരിച്ച ആളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ത്? ആൻസർ, ഇയാൾക്ക് തൻ്റെ വസ്ത്രം കഴുകാൻ ഒന്നും ലഭിച്ചില്ലേ. 5, തിരുസുന്നത്തുകളിൽപ്പെട്ട 4 കാര്യങ്ങൾ എഴുതുക. ആൻസർ, നഖം മുറിക്കുക, മുടി ചെയ്യുക, കുക്കിയരോമം നീക്കുക, മിസ്വാക്ക് ചെയ്യുക. 6, വെള്ളം 3 വിധമുണ്ട്. ഏതെല്ലാം? ആൻസർ, തൊഹൂർ, തോഹിർ, മുത്തനജിസ്. 7, ഏതാണ് മുസ്തഅമലായ വെള്ളം? ആൻസർ, ഫർളിൽ ഉപയോഗിച്ച വെള്ളം. ഫർളിൽ ഉപയോഗിച്ച വെള്ളമാണ് മുസ്തഅമലായ വെള്ളം. ഇനി മൂന്നാമത്തെ, പരിഹാരം നിർദ്ദേശിക്കാം. 1, തൊഹൂറായ വെള്ളവും മുത്തനജിസായ വെള്ളവും തിരിച്ചറിയാതെ വന്നു. എന്താ പരിഹാരം? ഗവേഷണം ചെയ്ത് തൊഹൂറായ വെള്ളത്തെ മനസ്സിലാക്കണം. 2, നജസും തൊഹൂറായ വെള്ളവും തിരിച്ചറിയാതെ വന്നു. അവ രണ്ടും ഗവേഷണം ചെയ്തോ അല്ലാതെയോ ഉപയോഗിക്കാനതില്ല, പാടില്ല. 3, തൊഹൂറായ വെള്ളവും തോഹിറായ വെള്ളവും തിരിച്ചറിയാതെ വന്നു. എന്നാൽ എന്താ പരിഹാരം? 2 വെള്ളം കൊണ്ടും 2 ഘട്ടമായി ശുദ്ധീകരിക്കണം.
ഇനി നാലാമത്തെ നക്തുബിൽ മാന അർത്ഥം എഴുതാനാണ്. ഒന്ന് ലാ യുഹാഫിദു അലൽ വുളൂഇ ഇല്ലൽ മുഅ്മിനൂൻ, സത്യവിശ്വാസി അല്ലാതെ വുളൂഇനെ പതിവാക്കുകയില്ല. ഇനി അഞ്ചാമത്തെ തഖ്സീസാണ്. തഖ്സീസ് ഒന്നെന്താ, 3 തരം വെള്ളങ്ങളും ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. അസൈൻമെൻ്റായിട്ട് ചെയ്യാനുള്ളത് എന്താണ്, 3 തരം വെള്ളങ്ങളും ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ്. ഇത് ക്ലാസ്സിൽ ചെയ്യാനുള്ളതാണ്. രണ്ടാമത്തെ, വെള്ളം മുസ്തഅമലാകുന്ന രൂപം ക്ലാസ്സിൽ കാണിക്കുക. വെള്ളം മുസ്തഅമലാകാൻ എങ്ങനെ, ഫർദിൽ ഉപയോഗിച്ച വെള്ളമാണ് മുസ്തഅമലാവുക എന്ന് പറഞ്ഞില്ലേ, ഫർദിൽ ഉപയോഗിച്ച വെള്ളമാണ് മുസ്തഅമലെന്ന്. അപ്പോൾ ആ വെള്ളം പിന്നെ നമ്മുടെ അടുത്തുള്ളൊരു ബക്കറ്റിൽ വെള്ളത്തിലേക്ക് ആകുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് കാണിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ, ചെറിയ പാത്രത്തിൽ നിന്ന് കോരിയെടുത്തു വുളൂ ചെയ്യുന്ന രൂപം ചെയ്ത് കാണിക്കുക. ചെറിയ പാത്രത്തിൽ നിന്ന് കോരിയെടുത്ത്, അതായത് നമ്മൾ പറഞ്ഞു മുസ്തഅമല വെള്ളമാകാതിരിക്കണമെങ്കിൽ കോരിയെടുക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ ആ നിയ്യത്തൊക്കെ ചെയ്തുകൊണ്ട് ആ പാത്രത്തിൽ നിന്ന് എങ്ങനെ വുളൂ എടുക്കുക എന്നുള്ളത് ചെയ്ത് കാണിക്കാനാണ്. 4, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ചാർട്ട് പേപ്പറിൽ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്ത് ചെയ്യണം, ചാർട്ട് പേപ്പറിൽ എഴുതി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ക്ലാസ്സിൽ എന്ത് ചെയ്യുക, അവതരിപ്പിക്കുക. പിന്നെ ലിൽ കിതാബിൽ ഇളാഫിയ എന്ന് പറഞ്ഞിട്ട് അവിടെ കാണാം. അത് എക്സ്ട്രാ വർക്കുകൾ വരുന്ന സമയത്ത് എഴുതാനുള്ളതാണ്. ഇപ്പോൾ പാഠവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ എഴുതി കൊടുക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇതോടെ തദ്രീബാത്ത് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.